എന്താ വിശേഷം? എന്തുണ്ട്? സുഖമല്ലേ? സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഒന്ന് കാണുന്നു, അതെ, വോട്ട് ചെയ്യുന്നു, അതെ അല്ലേ? അതെ. പറയൂ, അമ്മയിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക് വന്നേക്കുവാണ്. അതെ അതെ. എന്താ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാനുള്ളൊരവസരം, പിന്നെ നമ്മൾ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് എല്ലാവരെയും ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരവസരം, അതൊരു പോയിന്റ് ആട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യപരമായ രീതിയിൽ വോട്ട് ചെയ്യാനും അതും ചെയ്യണ്ടേ. അപ്പോൾ അതിനും കൂടെ വേണ്ടി വളരെ സന്തോഷത്തോടെ വന്നതാണ്. അപ്പോൾ നമുക്ക് കൗണ്ടറിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യുക, വോട്ട് ചെയ്യാം. പടത്തിന്റെ കാര്യം പറയണ്ട, അതും കൂടെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ 916 കുഞ്ഞൂട്ടൻ ഒരു പ്രൊമോഷൻ. അതെ അതെ, അതാണ് അടുത്ത പടം മെയിൻ റോഡ് ചെയ്യുന്നത്. മിക്കവാറും അടുത്ത മാസം ലാസ്റ്റോടുകൂടി റിലീസ് ചെയ്യും. ഓഗസ്റ്റ് ലാസ്റ്റാണ് പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ വിശദമായിട്ട് കുറച്ച് നമ്മൾ പറയുന്നതായിരിക്കും പിന്നീട്. താങ്ക് യു കേട്ടോ. അപ്പം നമ്മുടെ ഈ പ്രിയ താരങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയല്ല. എന്തായാലും നമ്മൾ വീണ്ടും അടുത്ത ആളുകളിലേക്ക് വേണം. നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ജെയിനാണ്. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ്. അതോടൊപ്പം മൈക്കിയും നീതുസും കൈ കോർത്തിരിക്കുന്നു. നമ്മളിങ്ങനെ പോവാണ്. അതെ, പഴയ താരങ്ങൾ ഇങ്ങനെ ഇവരെ കണ്ട്. ഇത് ഗുസ്തിയാണോ? പഞ്ചഗുസ്തി പിടിക്കാം? ഗുസ്തിയല്ല, ബീനേച്ചി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്റെ ചെറിയ പ്രായത്തിൽ കാണുന്ന അതിസുന്ദരിയായ ഒരു ബീനേച്ചിങ്ങനെ വയസ്സുണ്ടെന്നോ? ഇപ്പോഴും, അതായത് എന്റെ ചെറുപ്രായം മുതൽ ഞാൻ കാണുന്ന ആ മുഞ്ചിൽ തന്നെയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്ര എഫക്റ്റീവായി നിൽക്കുന്ന ഒരാള് ബീനേച്ചിയാണ്. അതിന് ഞാൻ ആ ഒരു മനസ്സിന് ഭയങ്കര വലിയ ക്ലാപ്പ് കൊടുക്കും. ഞാനിങ്ങടെ അല്ല ബിനാന് ഞാൻ വന്നോണ്ട് കുറെ കാര്യങ്ങളൂടെ കിട്ടി. അങ്ങനെയാണ് പോട്ടെ, അങ്ങനെയാണ്. നമ്മളൊക്കെ സിനിമ കണ്ട് വളർന്നവരാ ഞാനൊക്കെ. വോട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആലോചിച്ച് കൃത്യമായിട്ട് വോട്ട് ചെയ്തേക്കണം. തീർച്ചയായിട്ടും നമ്മളിത് എങ്ങനെ പോകണത്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ റോണീനെ കണ്ടില്ല. എവിടെ? റോണി മത്സരിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ അല്ലേ? മത്സരിക്കുന്നുണ്ട്, മിടുക്കനാണ്. എന്താ വെച്ചാൽ നമ്മളൊരു സംഗതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്റെ മുമ്പ് വെച്ച് പറയരുത്. എനിക്ക് വോട്ട് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവനെ വിളിച്ചു നിർത്തിയിട്ട് ഇത് പെട്ടെന്ന് 11 പേരുണ്ട് ഇങ്ങനെ മനസ്സിലാണ്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, സുരാജ് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും സുരാജിന് ചെയ്യുന്ന അറിയാലോ ഞാൻ. പിന്നെന്താണ് അതുപോലെ തന്നെ ഇവിടെ 11 വോട്ട് ചെയ്യാം. 12 ഇട്ട് അസാധുവാക്കാം. ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വോട്ടെങ്കിലും ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് റീല് ചെയ്യണം. എന്തൊക്കെയാ നടക്കണ? ഇതൊക്കെയല്ലേ ഇവിടെ നടത്തേണ്ടത്? പഴയ ഭാരവാഹിയല്ല നമ്മൾ കേറിച്ചല്ല. അല്ല, ഞങ്ങൾ ഓരോ വർഷങ്ങളിലാണ് കണ്ടുമുട്ടുന്നത്. അപ്പൊ ആ സമയത്ത് ആ സമയം നമ്മൾ ആനന്ദകരമാക്കി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് ഹൈദരാലിക്ക് അതൊന്നും മനസ്സിലാക്കേണ്ടത്? എവറിത്തിങ് യു ക്യാൻ ഇമാജിൻ ഇസ് റിയൽ. നിങ്ങളെ ഷർട്ടിന്റെ പോലുള്ള ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പം നടക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങൾ ഓരോ നടക്കട്ടെ. നമ്മുടെ സിദ്ദീഖ വരുന്നത്, സിദ്ദീഖയുടെ മകൻ മരിച്ചിട്ട് അതിൻ്റെ ഒരു വിഷമം കൂടി നമ്മൾ നേരത്തെ പങ്കുവച്ചു. സിദ്ദീഖ പക്ഷേ ഇന്ന് വരാതിരിക്കാൻ പറ്റില്ല, അത്രയും വിഷമകരമായ ഒരു ഇതിൽ സിദ്ദീഖ ഇവിടെ എത്തിയത്. സിദ്ദീഖയുടെ വരവ് നമുക്കറിയാം. മോൻ്റെ ഒരു മരണമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് സിദ്ദീഖ ഇന്ന് വന്ന്. വളരെ സങ്കടകരമായ മുഹൂർത്തമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പം സിദ്ദീഖ ഇവിടെ എന്തായാലും ഇന്നത്തെ മീറ്റിങ്ങിന് വരേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് നേരത്തേക്കുള്ള ഒരു വരവാണ് സിദ്ദീഖ വന്നിരിക്കുന്നത്. അറിയാം, നമുക്കെല്ലാവരെയും വളരെ വിഷമത്തിലാക്കിയ ഒരു മുഹൂർത്തമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത്. സിദ്ദീഖ ഇപ്പം ഇവിടെ ഹോളിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഐ തിങ്ക് ഇത് 2ാമത്തെ ഇലക്ഷനാണെന്ന് തോന്നുന്നു ഞാൻ പങ്കെടുക്കുന്നത്. അപ്പോൾ സോ എക്സൈറ്റഡ്. എല്ലാവരും നമുക്ക് പേഴ്സണലി അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഫാമിലിയിൽ എല്ലാവരും തന്നെയാണല്ലോ പങ്കെടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാടാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ബട്ട് ഓൾ ലവ് ആൻഡ് ഗുഡ് ലക്ക്. തീർച്ചയായിട്ടും എന്താ പറയുക, ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു വിൻ തന്നെ ആവട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഓൾ ദി ഗുഡ് ലക്ക്. ഓക്കെ, ഇപ്പം ഇടവേള ബാബു ചേട്ടൻ ഇപ്പം ഇറങ്ങുവാണ് ഭാരവാഹിത്വത്തിൽ നിന്ന്. അപ്പം അദ്ദേഹത്തിനൊപ്പം ഏകദേശം ഒരു 5-6 വർഷം അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. പ്രോഗ്രാമിലായാലും മഴവിലായാലും ഒരുപാട് പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ കോർഡിനേഷൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
ഈ പറഞ്ഞ പോലെ ചെയ്തതെല്ലാം മനോഹരമായിട്ടുള്ള ഷോസും പ്രോഗ്രാംസും ഒക്കെ ആയിരുന്നു ബാബുചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ. ബാബുചേട്ടൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ തുടർന്നും ആ ഒരു സപ്പോർട്ട് ഹി വിൽ ഡെഫിനറ്റ്ലി ബി ഗിവിങ്. ആർക്കൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് എലിജിബിളായിട്ട് നിൽക്കുന്ന ആർക്കൊക്കെ ആയാലും അതിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് എപ്പോഴും ബാബുചേട്ടൻ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ബാബുചേട്ടൻ ഇവിടെ തന്നെയുണ്ട്. ആൻഡ് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നവരും എന്താ പറയുക, ബെറ്റർ ചേഞ്ചസ് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റങ്ങൾക്കായിട്ട് അവരും പ്രയത്നിക്കുന്നതായിരിക്കും. ഐ വിൽ ഓൾസോ ബി ദെയർ. ലാലേട്ടൻ ഇപ്പോൾ ഇത് 3-ാം തവണയാണ് ആവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ നമുക്കറിയാം, അദ്ദേഹം അൾട്ടിമേറ്റ് ആണ് എന്നുള്ളത്. എന്നാലും എന്താണ് ലാലേട്ടൻ ഇപ്പോൾ 3-ാം തവണയും ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നപ്പോൾ ഉള്ള ഒരു ഫീലിംഗ്? ലാലേട്ടനെ പറ്റി ഞാൻ എന്താ പറയുക, ഫിനോമിനൽ അല്ലേ എല്ലാ കാര്യത്തിലും. ഞങ്ങളിപ്പോൾ അമ്മ പരിപാടികൾ നടക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ ഓടി നടന്ന് എല്ലാ കാര്യത്തിലും ഒന്ന് പറഞ്ഞോട്ടെ അല്ല വൈകിട്ടില്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഇല്ല സമയമുണ്ട്. എല്ലാവരും ചോദിച്ചു കൺഫ്യൂഷൻ, ഇപ്പൊ ആർക്കും എന്താ വോട്ട് ചെയ്യാ അല്ല. അപ്പോൾ പറഞ്ഞ പോലെ ഹീസ് ഓൾ ഇൻ ഓൾ ആണല്ലോ ലാലേട്ടൻ. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ. അപ്പോൾ അത് എല്ലാ തവണയും ഇപ്പോൾ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമല്ല, എന്ത് ചെയ്താലും അതേപോലെ ആ ഒരു പോസിറ്റിവിറ്റിയും സന്തോഷവും എല്ലാവർക്കും നൽകും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സോ ഹി വിൽ ഡെഫിനറ്റ്ലി കീപ് കണ്ടിന്യൂയിങ് ദാറ്റ്. താങ്ക് യു സോ മച്ച്. എന്തായാലും സമയം ലാസ്റ്റിലേക്ക് കടന്നു. എന്താണ് വിശേഷങ്ങളൊക്കെ? ഇപ്പോൾ ഈ ഒരു ഫെഡറേഷൻ്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? പ്രവർത്തനത്തിനെ പറ്റി എന്താണ്, എപ്പോഴും സജീവമായിട്ട് തന്നെ ഉണ്ട്. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നു. ഈ കൂട്ടായ്മ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷം. ഇലക്ഷൻ അല്ലേ, അത് വോട്ടിംഗ് കഴിയട്ടെ. അതെ, ഇത്രയും നാളും സജീവമായിട്ടുണ്ടായിരുന്ന ഇടവേള ബാബുചേട്ടൻ പിന്നിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഒരു വലിയ വിഷമം. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് അറിയില്ല എത്രത്തോളം ആ വിടവ് നികത്താൻ പറ്റുന്നുള്ളത്. ഇടവേള ബാബുചേട്ടനെ പോലെ എന്തൊരാവശ്യം വന്നാലും ഒരു ഫോണിന്റെ അപ്പുറത്ത് ബാബുചേട്ടൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആബ്സെൻസ് ഇനി മുന്നോട്ട് അത് ഇനി ഇലക്റ്റഡായി വരുന്ന ആൾക്ക് നികത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി.